ഓം നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. ഹരി ഓം. ഹർ ഹർ മഹാദേവ. ശരണമയ്യപ്പ. ഹരേ. എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും സ്നേഹം നിറഞ്ഞ, ഐശ്വര്യം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ സ്നേഹാശംസകൾ. നമ്മുടെ ജീവിതം സന്തോഷത്തിൽ നിന്നും സന്തോഷത്തിലേക്കും നന്മയിൽ നിന്നും നന്മയിലേക്കും ആത്മസംതൃപ്തിയിൽ നിന്നും ആത്മസംതൃപ്തിയും നിറച്ചുകൊണ്ട് ഉത്സവമാക്കി മാറ്റുകയാണ് ഓരോ ഹിന്ദുവും. ഞാനും നിങ്ങളുമടങ്ങുന്ന ഈ ഹൈന്ദവ സമൂഹം, ഭാരതീയരായ നാം നിത്യവും ഉത്സവ ആഘോഷത്തിമിർപ്പിലാണ്. സെമിറ്റിക് മതങ്ങൾ എടുത്തു നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഒരു നബിദിനവും ഒരു പെരുന്നാളും, ക്രിസ്ത്യാനികൾക്ക് ഒരു ഈസ്റ്ററും ഒരു പെസഹ വ്യാഴാഴ്ചയും. എന്നാൽ യൂറോപ്യൻസ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന രോഗമാണ് ഡിപ്രഷൻ. കാരണം ഒരു റൂം, ഭാര്യ, മക്കൾ, അല്ലെങ്കിൽ ഏകാന്ത തടവിൽ. അത് കഴിഞ്ഞാൽ അവർക്ക് സീസൺ ആയിക്കഴിഞ്ഞാൽ എല്ലാം തഥൈവജ. അവർക്ക് സത്യം പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനതിന് തമാശക്ക് പറയുന്നത് ജയിലിലിടുക എന്നുള്ളതാണ്. കാരണം എൻ്റെ സഹോദരിയുടെ മക്കളൊക്കെ കാനഡയിലും അമേരിക്കയിലൊക്കെയാണ്. ഭാരതീയരുടെ ഈ ഹൈന്ദവ സംസ്കൃതിയുടെ ഓരോ മലയാളിയും ദിവസേന ഉത്സവമാണ്. ചിങ്ങത്തിൽ തിരുവോണം, അതിന് മുന്നേ വിനായക ചതുർത്ഥി, അതിന് ശേഷം തിരുവോണം, ഓണാഘോഷം, മത്തച്ചമയം, ഒന്നും പറയേ വേണ്ട. അത് കഴിയുമ്പോഴത്തേക്ക് മണ്ഡല വിളക്കായി, 41 ദിവസം ഉത്സവമായി. അത് കഴിഞ്ഞാൽ മകരവിളക്കായി, അത് കഴിഞ്ഞാൽ തെയ്യംതിറയായി, അത് കഴിഞ്ഞാൽ ഉത്സവമായി, അത് കഴിഞ്ഞാൽ മകര വിളക്കായി, അത് കഴിഞ്ഞാൽ വിഷുവായി, അത് കഴിഞ്ഞാൽ കർക്കടക മാസം രാമായണ മാസമായി. ഇങ്ങനെ ഓരോ ഉത്സവങ്ങളുടെ ഒരു വേലിയേറ്റമാണ് ഹൈന്ദവ ജനതയുടെ ജീവിതം. ഇതിൽ അങ്ങേയറ്റത്തെ അഭിമാനമാണ്. ശ്രീകൃഷ്ണ ജയന്തിയും ശിവരാത്രിയും നവരാത്രിയും ഒരുപോലെ സന്തോഷപ്രദമായി നാം ആസ്വദിക്കുകയാണ്. ഇവയൊക്കെ ഋഷീശ്വരന്മാർ പശ്യന്തി ജ്ഞാനചക്ഷുഷ. എന്തിനാണ് ഈ ആഘോഷങ്ങൾ എന്നുള്ളത് നാം വ്യക്തമായി മനസ്സിലാക്കി അനലൈസ് ചെയ്ത് നമ്മുടെ മക്കൾക്കും വരും തലമുറയ്ക്കും ഇത് പറഞ്ഞു കൊടുക്കണം. കാരണം സയൻസ് ആൻഡ് ടെക്നോളജി സമാനതകളില്ലാത്ത മുന്നേറുകയാണ്. സോഷ്യൽ മീഡിയ സമസ്ത മേഖലകളിലും പിടിമുറുക്കിയിരിക്കുകയാണ്. ഭഗവാന് 10 അവതാരമാണ്. 11ാമത്തെ അവതാരമായി യൂട്യൂബ് കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബുദ്ധിക്കും യുക്തിക്കും കോമൺ സെൻസിനും ശാസ്ത്രത്തിനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും ഉള്ളിൽ
അവയ്ക്ക് ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ ഈ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയെ അന്ധവിശ്വാസവും അനാചാരവും ഒരു തരി പോലുമില്ലാതെ സ്ട്രെസ് ചെയ്യണം, അണ്ടർലൈൻ ചെയ്യണം, മക്കളോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. അന്ധവിശ്വാസവും അനാചാരവും ഒരു തരി പോലുമില്ലാതെ പ്യൂർ അൾട്രാ മോഡേൺ സയൻസിന് പോലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഋഷീശ്വരന്മാരുടെ ഈ അവതരണം. നമുക്കറിയാം ഉത്തരേന്ത്യയിലൊക്കെ രാധേശ്യാം രാധേശ്യാം രാധേശ്യാം. എന്താണിത്? നമ്മളിവിടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാധാകൃഷ്ണൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കാം. പൂർണ്ണാവതാരം എടുത്ത കൃഷ്ണൻ. അപ്പോൾ നമുക്കുമൊക്കെ ഇഷ്ടം പോലെയുണ്ട്. എൻ്റെ പേര് ഡോക്ടർ മണികണ്ഠൻ ശംഭുവാദ്ധ്യാർ എന്നാണ്. എൻ്റെ അച്ഛൻ്റെ പേര് ശംഭുവാദ്ധ്യാർ എന്നായതുകൊണ്ട് എൻ്റെ പേര് അതിനകത്ത് കൂട്ടി. എൻ്റെ ഭാര്യയുടെ പേര് സരസ്വതി മണികണ്ഠൻ എന്നുള്ളതാണ്. സരസ്വതി എന്ന് അവരുടെ പേര്, അവരുടെ ഭർത്താവിൻ്റെ പേര് കൂട്ടത്തിൽ കൂട്ടിയിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് കാണാം. സുരേഷ് ഗോപി, സുരേഷ് എന്ന് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ഗോപിനി. പക്ഷേ ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ആരും ഒരു പെൺകുട്ടിയുടെ, ഒരു സ്ത്രീയുടെ പേര് മുന്നിൽ വെച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ഭാഗമായി അവനവൻ്റെ പേര്, കൃഷ്ണൻ എന്ന പേര്, കർഷ ഇതി കൃഷ്ണ എന്നുള്ള പേര് കൂട്ടിയിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. നമുക്കറിയാം നമ്മുടെ മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ, നിർമ്മല എന്ന് അവരുടെ പേര്, സീതാരാമൻ എന്ന് അതിപ്പോൾ അവരുടെ അച്ഛൻ്റെ പേരാണോ ഹസ്ബൻഡിൻ്റെ പേരാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ശരി, ഈ രാധേശ്യാം, രാധേ അല്ലയോ രാധേ, നിന്റെ സ്വന്തപ്പാണ്, നിന്റെ പ്രിയപ്പെട്ടവനാണ്, നിന്റെ ഇഷ്ടപ്പെട്ടവൻ ആര്? ശ്യാമസുന്ദരൻ. ശ്യാമസുന്ദര ഭുവന സുന്ദര അഖില സുന്ദര വിശ്വസുന്ദര, സർവ സൗന്ദര്യങ്ങളുടെയും ഇരിപ്പിടമായ എത്ര യോഗേശ്വര കൃഷ്ണോ. പ്രപഞ്ചത്തിലെ സർവ സൗന്ദര്യങ്ങളും യോജിപ്പിക്കുന്നത് യുജ്യതേ ഇതി യോഗ. അങ്ങനെയുള്ള കൃഷ്ണൻ, ഈ കൃഷ്ണൻ തൻ്റെ പ്രിയപ്പെട്ട അന്തരാത്മാവിൻ്റെ സുഹൃത്തായ, അന്തരാത്മാവിൻ്റെ കാമുകിയായ, ശരീരത്തിൻ്റെ കാമുകിയല്ല, സ്ട്രെസ് നോട്ട് ദാറ്റ് പോയിന്റ്, അന്തരാത്മാവിൻ്റെ കാമുകിയായ രാധയുടെ പേര്. ഇതാണ് നമുക്ക് ദർശിക്കാൻ സാധിക്കേണ്ട അമൂല്യമായ, ഇന്ന് സമൂഹത്തിൽ നിന്നും നഷ്ടപ്പെടുന്ന അമൂല്യനിധിയായ സ്നേഹം എന്ന സദ്വികാരം. നമുക്കറിയാം കുബേരനാക്കിയ പൂർണ്ണാവതാരമാണ്. നമുക്കറിയാം പ്രിയ സുഹൃത്തായ ഉദ്ധവൻ്റെ കഥകളൊക്കെ ഭാഗവത്തിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഏതായാലും നമ്മളൊക്കെ ഓരോ മനുഷ്യജീവിയും അവൻ്റെ ജീവിതത്തിൻ്റെ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ നേടാനുള്ള പുരുഷാർത്ഥങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ നമ്മളൊക്കെ നന്നായി കാണാൻ ആഗ്രഹിക്കുന്ന പ്രേമസ്വരൂപനാണ്, സ്നേഹസ്വരൂപനാണ്. സ്നേഹസ്വരൂപനാണ് കൃഷ്ണൻ. അതിന് അവനവനെ ആത്മാർത്ഥമായി സ്നേഹിക്കണം. അവനവനെ ആത്മാർത്ഥമായി സ്നേഹിക്കണം. അവനവനെ ഇൻസൾട്ട് ചെയ്യരുത്. ഇതാണ് കൃഷ്ണന് പറയാനുള്ളത്. അവനവനെ ഇഷ്ടപ്പെടണം, അവനവനെ ഇൻസൾട്ട് ചെയ്യരുത്. ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനം അവസാധയേത്. അവനവനെ ഇഷ്ടപ്പെടണം. അവനവൻ്റെ കുറ്റങ്ങളും കുറവുകളും കാണുകയും കേൾക്കുകയും പറയുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വയം നമ്മൾ ഉയരും. അവനവൻ്റെ ശത്രു അവനവനാകരുത്. കൃഷ്ണൻ പറയുന്നു അത് ഒരു ഉദ്ധരേതാത്മനാത്മാനം അവസാദേ ആത്മന്യേരാത്മനോ ബന്ധു ആത്മന്യേ റിപുരാത്മന. നിന്റെ ബന്ധുവും നീയാണ്, നിന്റെ ശത്രുവും നീയാണ്. അതുകൊണ്ട് നിന്റെ നെഗറ്റീവ് തോട്ടുകളെ നീ ബേൺ ചെയ്ത് കളഞ്ഞ് പോസിറ്റീവ് തോട്ടുകളെ, നിന്റെ വ്യക്തിയിൽ നിന്നും വ്യക്തിത്വ വികാസമാണ്. പൂർണ്ണാവതാര കൃഷ്ണൻ നമ്മളെ
പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ അംഗീകരിക്കുക. അപ്പോൾ ഒരു സെൽഫ് കോൺഫിഡൻസ് നമ്മളെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കൃഷ്ണൻ്റെ വിഷനും മിഷനും. അപ്പോൾ ഭഗവാൻ എന്ന നിലയിൽ, ഭഗവാന്റെ നിലയിലേക്ക് ഓരോ മാനവരാശിയെയും ഉയർത്താനുള്ള രാജപാതകളാണ് കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ മക്കളെ, നമ്മളെ കുഞ്ഞുമക്കളെ, വരും തലമുറയെ എല്ലാവരെയും ഈ ശാസ്ത്രീയമായി അവർക്ക് ഡൈജഷൻ ചെയ്യുന്ന രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ അവർ ഇത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും കാരണം മനസ്സാണെന്ന് തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ സൈക്കാട്രിസ്റ്റുകളുള്ളത് ഈ കേരളത്തിലാണ്, കൊച്ചു കേരളത്തിലാണ്, പ്രത്യേകിച്ച് തൃശ്ശൂരാണ്. ദിവസേന നമ്മൾ സോഷ്യൽ മീഡിയകളിലും നവമാധ്യമങ്ങളിലൂടെ ഈ ആത്മഹത്യ പെരുകുന്നതായി നാം ദർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജീവിത പ്രശ്നങ്ങൾക്ക് കാരണം അവനവൻ്റെ മനസ്സാണ്. അപ്പോൾ സങ്കല്പ കാമ കർമ്മ, സങ്കല്പം കാമം കർമ്മം സംസാരം. ഈ സംസാരം ദുഃഖ ദുരിത പൂരിതമാണ്. ഈ സംസാരം, നമ്മുടെ ജീവിതം ദുഃഖ ദുരിത പൂരിതമാണ്. അപ്പോൾ ദുഃഖ ദുരിത പൂരിതമായ നമ്മുടെ ജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെ, ആ ജീവിത പ്രശ്നങ്ങളൊക്കെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം സാർത്ഥകമാക്കണം, സന്തോഷമാക്കണം. ഇതാഗ്രഹിക്കാത്തവരാരും ഉണ്ടാകില്ല. അതുകൊണ്ട് ഇതിനുള്ള ഉപായമാണ്. ആ ഉപായങ്ങളിലൂടെ പോയി നമ്മളിലുള്ള മൃഗീയതയെ ചവിട്ടിത്താഴ്ത്തുകയും മനുഷ്യത്വം വികസിപ്പിക്കുകയും മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സംതൃപ്ത ജീവിതം, അതിന് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം യഥോ അന്ന തഥോ മന. അപ്പോൾ നമ്മുടെ ജീവിത ഡെസ്റ്റിനേഷൻ തീരുമാനിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ കഴിക്കുന്ന ആഹാരമാണ്. ഈ ആഹാരം എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ BP, കൊളസ്ട്രോൾ, ആരോഗ്യം, സർവ അസുഖങ്ങളും. എന്തൊക്കെ അസുഖങ്ങളുണ്ടോ ആ അസുഖങ്ങൾ മുഴുവൻ വരുന്നത് നമ്മുടെ ഭക്ഷണമാണ്. ഈ ഭക്ഷണവും ഈ മനസ്സുമാണ് നമുക്ക് നാളെ നമ്മളെ ക്യാൻസർ രോഗി പോലും ആക്കി മാറ്റുന്നത് എന്ന് പ്രമുഖ ഓങ്കോളജിസ്റ്റ് ഗംഗാധരൻ ഡോക്ടർ അടക്കം ഇന്നത്തെ കാലത്ത് പറയുന്നു. അപ്പോൾ യഥോ അന്ന തഥോ മന, നമ്മൾ കഴിക്കുന്ന അന്നം എന്താണ് അതായിരിക്കും നമ്മുടെ മനസ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് കഴിക്കുന്ന ജങ്ക് ഫുഡ്, നോൺ വെജ് മുതലായിരിക്കുന്ന കാര്യങ്ങൾ പടഞ്ഞ് മരിക്കുന്ന, കുഴിച്ചിടേണ്ട ശവക്കറികളാക്കി കുഴിമന്തികളും, നമ്മുടെ കുഴി മാന്തിത്തരുന്ന സാധനമാണ് കുഴിമന്തി, മദ്യവും മയക്കുമരുന്നും, ഇവ നമ്മളെ നിത്യരോഗികളാക്കി മാറ്റുന്നു. മഹാരോഗികളാക്കി മാറ്റാൻ കാരണം മഹാഭോഗികളാണ്. നമുക്ക് കിട്ടാവുന്ന സർവവൃത്തികേടുകളും ഈ വായിലൂടെയാണ് നമ്മൾ കടത്തിവിടുന്നത്. അതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ അനുഭവിക്കുന്ന മഹാരോഗം. അതുകൊണ്ട് ഋഷീശ്വരന്മാർ പറയുന്നു, ആഹാരം ഔഷധം. നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് ഔഷധം. അപ്പോൾ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. അപ്പോൾ ക്ഷേത്രത്തിൽ എന്തൊക്കെയാണോ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന നൈവേദ്യങ്ങൾ, ഈ രീതിയിലുള്ള സത്വഗുണാത്മകമായ നല്ല നല്ല സെലക്റ്റീവായ അല്പഭക്ഷണം മാത്രമായിരിക്കണം. അത് അസഹിഷ്ണുതയില്ലാതെ, ഹിംസാത്മകമല്ലാതെ അഹിംസാധിഷ്ഠിതമായ ചിത്തങ്ങൾ വികസിക്കാനുള്ള ലഘു ആഹാരമാണ് വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും
വിധിച്ചിട്ടുള്ളത് എന്ന് നാം തിരിച്ചറിയണം. അപ്പോൾ സ്നേഹാധിഷ്ഠിതമായ ഒരു ജീവിതം, സ്നേഹാധിഷ്ഠിതമായ ഒരു ബുദ്ധി, സ്നേഹാധിഷ്ഠിതമായ ഒരു ചിന്തകൾ, സ്നേഹാധിഷ്ഠിതമായ മനസ്സ്, സ്നേഹാധിഷ്ഠിതമായ പ്രവൃത്തികൾ, അങ്ങനെ ഒരു സർവീസ്, SERVICE, സർവീസ് ആറ്റിറ്റ്യൂഡോടു കൂടിയിട്ടുള്ള ജീവിതം സന്തോഷപ്രദമായിരിക്കും, ആനന്ദപ്രദമായിരിക്കും. ഒരു സംശയവും വേണ്ട. അതിന് ഭഗവത്ഗീതയിലെ 18-ാമത്തെ അധ്യായത്തിലെ 65-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അതിമനോഹരമായി പറയുന്നു. ശ്രീ വേദവ്യാസ ഭഗവാൻ അതിമനോഹരമായ ഒരു ചിത്രം വരച്ചിരിക്കുന്നു. ഭഗവാൻ തൻ്റെ കൈ നെഞ്ചിൽ തൊട്ടുകൊണ്ടാണ് പറയുന്നത്, മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ. നമ്മളൊക്കെ ഇത് പഠിച്ച് ദിവസേന ചൊല്ലിക്കൊണ്ടിരിക്കണം. പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾ പഠിക്കുന്നതിൻ്റെ മുന്നിലൊക്കെ ഇത് എഴുതി ഒട്ടിക്കണം. അപ്പോൾ നമ്മളിതിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നാൽ മതി, നമ്മളെ മക്കളത് സുഖമായിട്ട് ഏറ്റു ചൊല്ലിക്കോളും. ഇപ്പോൾ ആദ്യം ചൊല്ലിയിട്ടില്ലേ, നാരായണം നമസ്കൃത്യം നരഞ്ജൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. എൻ്റെ അച്ഛൻ എപ്പോഴും ചൊല്ലുന്ന ഞാൻ കേട്ട് പഠിച്ചതാണ്. എന്താണ്? സാക്ഷ ശ്രീകൃഷ്ണ പരമാത്മാവും നാരായണനായ പരമാത്മാവും നരഞ്ജൈവ നരോത്തമം അർജുനനും നരോത്തമം ദേവീം സരസ്വതിയും സരസ്വതി ദേവിയും വ്യാസഭഗവാന്റെയും അനുഗ്രഹം കൊണ്ട് എൻ്റെ ജീവിതം ജയമുദീരയേത്, വിജയപ്രദമാകണം എന്നുള്ളതാണ്. ഇത് ഏത് കമ്മ്യൂണിസ്റ്റുകാരനും ഏത് RSSകാരനും ഏത് മാർക്സിസ്റ്റുകാരനും ഏത് കോൺഗ്രസ്സുകാരനും ഏത് BJPക്കാരനും ഏത് നാസ്തികനും ആർക്ക് വേണമെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാം. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇംപ്ലിമെൻ്റ് ചെയ്യാം. എന്താണ് ഇതിൽ പറയുന്നത്? മന്മനാഭവ, നീ മനസ്സെന്നിൽ അർപ്പിക്കൂ. തസ്മാ സർവേഷു കാലേഷു മാ മനുസ്മരയുധ്യജ മയ്യർപ്പിത മനോബുദ്ധി മാമേ വൈശ്യസ്യ സംശയ. കൃഷ്ണൻ പറയുന്നു, നിന്റെ മനസ്സും നിന്റെ ബുദ്ധിയും അന്തരാത്മാവായ എന്നിലർപ്പിക്കൂ. കൃഷ്ണൻ്റെ സ്നേഹം എത്രമാത്രം ബ്യൂട്ടിഫുള്ളാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. മന്മനാഭവ മദ്ഭക്തോ മദ്ഭക്തോ. ഇപ്പം നമ്മൾ കൂട്ടത്തിൽ ഒരു സ്ത്രീയായിട്ട് പോയി, ഇതാരാണ്? ഇതെൻ്റെ ഭാര്യയാണ് അല്ലേ? അപ്പോൾ ഈ താടി വെച്ച് അതെൻ്റെ അച്ഛനാണ്. അപ്പോൾ ഇതെൻ്റെ അമ്മയാണ്. അപ്പോൾ ഇതെൻ്റെ മകളാണ്. ഇതെൻ്റെ മകനാണ്. ഇതെൻ്റെ സഹോദരിയാണ്. ഇതെൻ്റെ സഹോദരനാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ഉള്ള വ്യക്തികളെ നമ്മൾ മറ്റൊരു സ്ഥലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ ജഗദീശ്വരനായ പരമേശ്വരനായ പ്രേമസ്വരൂപനായ കൃഷ്ണൻ പറയുന്നു, മദ്ഭക്തോ മദ്ഭക്തോ. ഗുരുവായൂർ നിർമാല്യ ദർശനത്തിന് ക്യൂ നിൽക്കുന്ന എല്ലാവരെയും കൃഷ്ണൻ പറയുകയാണ്, ഇതൊക്കെ എൻ്റെ ഭക്തന്മാരാണെന്ന്. നമ്മളോ? എൻ്റെ കാറ്, എൻ്റെ വീട്, എൻ്റെ സമ്പത്ത്, എൻ്റെ ജോലി, എൻ്റെ ശരീരം, എൻ്റെ ജാതി, എൻ്റെ മതം, ഇങ്ങനെ സ്വാർത്ഥതയിൽ മുങ്ങിക്കുളിച്ച് നാം നിൽക്കുമ്പോൾ കൃഷ്ണൻ നമ്മോട് പറയുന്നു, എൻ്റെ ഭക്തൻ എന്ന്. മന്മന ഭവമദ്ഭക്തോ, എൻ്റെ ഭക്തന്മാർ ഭക്തിയോടെ എന്നെ ഭജിക്കുന്നു. പരമപ്രേമത്തോടെ അവരെന്നെ ഭജിക്കുമ്പോൾ അവനില്ലാതായി മാറുന്നു. അഹന്ത മമത അഭാവോ ജീവൻ മുക്തസ്യ ലക്ഷണം. ജീവിച്ചിരിക്കുന്ന ഈശ്വരൻ്റെ ലക്ഷണമാണ്. ഭഗവാന്റെ ഭക്തൻ, ഭഗവാന്റെ സ്വന്തമായി തീരുന്ന ഭക്തനും ഭഗവാനും ഒന്നായി ചേരുന്ന അത്യമൂല്യമായ ദർശനമാണ് ഈ ഭാരതീയ ഹൈന്ദവ ദർശനം. ഈ ദർശനം മദ്ഭക്തോ, എൻ്റെ സ്വന്തം ഭക്തന്മാർ, മദ്യാജീഭവ, സർവവും സമർപ്പിക്കുകയാണ്. മദ്യാജീഭവ എന്ന് കേട്ടിട്ട് എന്തെങ്കിലും തെറ്റിദ്ധരിച്ച് ബിവറേജ് കോർപ്പറേഷൻ്റെ ക്യൂവിൽ നിൽക്കുന്നതിന് ഞാൻ ഉത്തരവാദിയായിരിക്കുന്നല്ല.
മലയാളികളെപ്പോലുള്ള മഹാരോഗികളും മലയാളികളെപ്പോലുള്ള പൊട്ടന്മാരിൽ ശതകോടി പൊട്ടന്മാരും വേറെ എവിടെയുമില്ല. കാരണം മദ്യം മനസ്സിനെ നശിപ്പിക്കുന്നു, ശരീരത്തെ നശിപ്പിക്കുന്നു, ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. ഇവനെ ഒറ്റപ്പെടുത്തണം, ഇവനെ ബെഡ്റൂമിൽ കയറ്റരുത് ഭാര്യമാർ, ഇവനെ വീട്ടിൽ കയറ്റരുത്, ഇവനെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം. ഇതൊക്കെ പറയാനെടുത്ത അവതാരമാണ് ശ്രീനാരായണ ഗുരുദേവൻ. അപ്പോൾ ആ ബിവറേജ് കോർപ്പറേഷൻ്റെ ക്യൂ അല്ല മദ്യാജി, സർവസമർപ്പണം എന്നിൽ. ഇതിപ്പോൾ സർവസമർപ്പണം രാവിലെ മുതലേ ബിവറേജ് കോർപ്പറേഷനിലായിപ്പോയി. എന്താ ചെയ്യുക? അപ്പോൾ സർവസമർപ്പണം 100% ഭഗവാനിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ മദ്യാജി ഭവ. എന്താണ് ഭവിക്കുക? ആ വ്യക്തിയുടെ ജീവിതത്തിൽ പരാതിയില്ല, ആ വ്യക്തിയുടെ ജീവിതത്തിൽ പതർച്ചയില്ല. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഞാൻ പതറില്ല, എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും എൻ്റെ മനസ്സിനെ ഒരു വ്യക്തിക്ക് പോലും തകർക്കാനോ തളർത്താനോ സാധിക്കില്ല, എന്നെ പ്രകോപിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. കാരണം ഞാൻ മദ്യാജിയാണ്, ഞാൻ സർവ്വതും ഭഗവാനിൽ സമർപ്പിക്കുകയാണ്. പരിഭവമില്ല, പരാതികളില്ല. സംതൃപ്ത ജീവിത രഹസ്യമാണ് കൃഷ്ണൻ ഇവിടെ അനാവരണം ചെയ്യുന്നത്. യത്കരോഷി യദശ്നാസി യദ്യുഹോഷി യദാസി യത്തപസ്യസി കൗന്ദേയ മത്കുരുഷ്വമതർപ്പണം. പ്രേമസ്വരൂപനായ കൃഷ്ണൻ പറയുന്നു, നീ എന്ത് കഴിക്കുന്നുണ്ടെങ്കിൽ, എന്ത് ജപിക്കുന്നുണ്ടെങ്കിൽ, എന്ത് ചൊല്ലുന്നുണ്ടെങ്കിൽ, എന്ത് നടക്കുന്നുണ്ടെങ്കിൽ, എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് എൻ്റെ അർച്ചനയായി മാറ്റൂ. മാം നമസ്കുരു, മാം നമസ്കുരു. നീ എന്ത് ചെയ്താലും 100% നമ കുരു, എന്നെ നമസ്കരിക്കൂ, എന്നെ നമസ്കരിക്കൂ. കൃഷ്ണൻ ഇവിടെ ഇതെന്താ പറയാൻ കാരണം? ആ നമസ്കാരം എന്നുള്ളത് എല്ലാ സർവ്വതും ഭഗവാനിൽ സമർപ്പിക്കുന്നതാണ്. ഇവിടെ നമ എന്ന് പറഞ്ഞാൽ മമ, എൻ്റെ, മമ ഭവേത് മൃത്യു. എൻ്റെ അച്ഛൻ മരിക്കും, എൻ്റെ അമ്മ മരിക്കും, എൻ്റെ ഭാര്യ മരിക്കും, എൻ്റെ മക്കൾ മരിക്കും, എൻ്റെ സഹോദരങ്ങൾ മരിക്കും, എൻ്റെ സഹോദരിമാർ മരിക്കും, എൻ്റെ വീട് മരിക്കും, എൻ്റെ കാർ മരിക്കും, എൻ്റെ ബാങ്ക് അക്കൗണ്ട് മരിക്കും, എൻ്റെ ശരീരവും മരിക്കും. അതാണ് മമ, എൻ്റേത്, ഭവേത് മൃത്യു. അപ്പോൾ നമ എന്ന് പറഞ്ഞാലോ, നമ ഭവേത് ശാശ്വത, ശാശ്വത അനന്ത പരമാത്മാ, അനന്തമായ പരമാത്മാവാണ്. ഇതിനാണ് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഏത് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലും നമ്മൾ നമസ്കരിക്കുന്നത്. അപ്പോൾ തന്ത്രസമുച്ചയത്തിൽ ഒരു നല്ല മന്ത്രമുണ്ട്. ഉരസാ ശിരസാ വാച മനസാ ജലിനാദൃശ ജാനുഭ്യാം ചൈവ പാദാഭ്യാം പ്രണാമോ അഷ്ടാംഗ ഊരിത, ഈരിത, അഷ്ടാംഗ ഈരിത, 8 രീതിയിൽ. ഏതൊക്കെയാണ്? അപ്പോൾ ആ ഗുരുവായൂർ പോയിട്ട് നമ്മളങ്ങോട്ട് സാഷ്ടാംഗം നമസ്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിൽ പോയി നമ്മളങ്ങ് സാഷ്ടാംഗം നമസ്കരിക്കുമ്പോൾ ഏതൊക്കെയാണ് 8? നമുക്കെണ്ണാം. നെഞ്ച്, ശിരസ്, വാക്ക്, മനസ്സ്, അഞ്ജലി, കണ്ണുകൾ, മുട്ടുകൾ, പാദങ്ങൾ. ഈ എല്ലാം ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അവിടത്തേക്ക് സറണ്ടർ ചെയ്താൽ പിന്നെ ഒന്നുമില്ല. ഈ പരമാത്മ തത്വത്തെ കൃഷ്ണൻ ഇവിടെ വിളിച്ചോതുകയാണ്, മാം നമസ്കുരു. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലോ, മാം ഏവ യേഷ്യസി, നീ എന്നിൽ തന്നെ എത്തിച്ചേരും, നീ എന്നിൽ തന്നെ എത്തിച്ചേരും, എൻ്റെ ഭക്തൻ എന്നിൽ തന്നെ എത്തിച്ചേരും. അപ്പോഴോ എന്നിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ, അതായത് പച്ച വെള്ളത്തിലേക്ക് പാല് ദേശം ഒഴിച്ചു കഴിഞ്ഞാൽ അത് പാലായി മാറിക്കഴിഞ്ഞു. രാമൻ നായർ മാർസിസ്റ്റുകാരുടെ കൂട്ടത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ മാർസിസ്റ്റുകാരനായി മാറി. ഗോപാലൻ നായർ BJPക്കാരുടെ കൂട്ടത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ BJPക്കാരുടെ കൂട്ടത്തിലായി. നമ്മുടെ വിജയം പിള്ള അവശിഷ്ട കോൺഗ്രസിൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സുകാരനായി ചേരും. അപ്പോൾ മാം ഏവ യേഷ്യസി, നാം ഭഗവാനിൽ ചേർന്ന് കഴിഞ്ഞാൽ ഭഗവാനോളം ഉയരും, ഭഗവാനോളം ഉയരും. സഖാവ് പിണറായി വിജയൻ പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളമായാൽ അതിനൊരു വാല്യൂ ഇല്ല.
ഒരു ബക്കറ്റ് വെള്ളമായാൽ അതിനൊരു വാല്യൂ ഇല്ല. അത് സമുദ്രത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ സമുദ്രമായി മാറും. ഇതാണ് കൃഷ്ണൻ്റെ പ്രേമം. അപ്പോൾ മാം ഏവ യേഷ്യസി, ഭഗവാനുമായി ലയിച്ചു ചേർന്ന് ഭഗവാനോളം ഉയർന്ന് സച്ചിദാനന്ദ സ്വരൂപമായി എപ്പോഴും ജീവിതം സമബുദ്ധിയിൽ സന്തോഷപ്രദമായി ആനന്ദപ്രദമായി സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ ഈ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഉയരും. അപ്പോൾ തേ സത്യം പ്രതിജാനെ, ഇത് എൻ്റെ സത്യപ്രതിജ്ഞയാകുന്നു. എന്താണ് സത്യം? ഇന്നലെയും ഇന്നും നാളെയും നിലനിൽക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. നമുക്കറിയാം, ക്രിസ്ത്യാനികൾക്ക് 10 കൽപ്പനകളാണ്. ഹിന്ദുക്കൾക്ക് എത്ര കൽപ്പനയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായി ഫെവിക്കുക്കൊട്ടിക്കും. അപ്പോൾ പഠിച്ചോളൂ, മക്കളെ പഠിപ്പിച്ചോളൂ, കൊച്ചുമക്കളെ പഠിപ്പിച്ചോളൂ, എല്ലാവരെയും പഠിപ്പിച്ചോളൂ. ഹിന്ദുക്കൾക്ക് 7 കൽപ്പനയുണ്ട്. ഹിന്ദുക്കൾക്ക് 7 കൽപ്പനയുണ്ട്. എന്താണ്? സത്യം വദ, ധർമ്മം ചര, സാധ്യായാൽ പ്രമതിതവ്യം, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. ഇങ്ങനെ 7 കൽപ്പനകളെ. എന്താണ്? സത്യം വദ, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. എങ്കിലോ സത്യം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ ഉണ്ടാവുള്ളൂ. അസത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ 1000 കാര്യങ്ങൾ പറയേണ്ടി വരും. ഞാൻ ഗോപാലൻ നായരെ കണ്ടിട്ടില്ല, സത്യം കഴിഞ്ഞു. എന്നാൽ കണ്ടു എന്ന് കളവ് പറഞ്ഞാൽ എവിടെ നിന്ന് കണ്ടു? എറണാകുളത്ത് നിന്ന് കണ്ടു. എറണാകുളത്ത് നിന്ന് എവിടെ നിന്ന് കണ്ടു? അല്ല തിരുവനന്തപുരത്ത് നിന്ന് കണ്ടു. തിരുവനന്തപുരത്ത് അല്ല തൃശ്ശൂരിൽ നിന്ന്. ഇങ്ങനെ ഇക്കാങ്ങ വരക്കേണ്ടി വരും. അപ്പോൾ സത്യം എന്ന് പറഞ്ഞാൽ ഇന്നലെയും ഇന്നും നാളെയും ഉള്ളു. അപ്പോൾ ജീവിതത്തിൽ സത്യം എന്ന സത്യം എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യണം. ധർമ്മം എന്താണ്? വ്യക്തിധർമ്മം, പുത്രധർമ്മം, പിതൃധർമ്മം, ഭാര്യാധർമ്മം, മാതൃധർമ്മം, പുത്രിധർമ്മം, പൗരധർമ്മം, രാഷ്ട്രധർമ്മം ഇവ ആരാധിക്കണം, ആചരിക്കണം. രാഷ്ട്രം ധാരയിതേ ധ്രുവം. അപ്പോൾ സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായ പ്രമതിജപം. വേദങ്ങളും ഉപനിഷത്തുകളും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും ഭാഗവതവും ജീവിതത്തിൽ പഠിക്കുകയും നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിച്ച് സ്വയം ഉയരുകയും മറ്റുള്ളവരെ ഉയർത്തുകയും വളർത്തുകയും ചെയ്യണം. ഇതാണ് സ്വാധ്യായം. അത് നിങ്ങളും ആവുന്ന രീതിയിലൊക്കെ ഇതുപോലെ പറയുകയോ എഴുതുകയോ ഒക്കെ ചെയ്ത് സോഷ്യൽ മീഡിയകളിലൊക്കെ ചെയ്യണം. എന്തെങ്കിലും സുഹൃത്തുക്കളോടൊക്കെ വിളിച്ച് ഇതുപോലുള്ള വേദങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളെക്കുറിച്ചും ഭഗവത്ഗീതകളെക്കുറിച്ചും പറഞ്ഞു കൊടുക്കണം. ഇതൊന്നും പറ്റില്ലെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് ഓരോ ഫ്രണ്ട്സുകൾക്ക് ഇത് അയച്ചു കൊടുക്കണം. അങ്ങനെയെങ്കിലും 10 പേര് നന്നാവട്ടെ. ഇതാണ് സ്വാധ്യായ പ്രമതിതവം. ഇതിനൊരു വീഴ്ചയും വരുത്തരുത്. ഇനി മാതൃദേവോഭവ, അമ്മയെ ദേവിയായിട്ട് പൂജിക്കണം. മാതൃദേവോ പിതൃദേവോഭവ, അച്ഛനെ ദേവനായിട്ട് പൂജിക്കണം. മാതൃ പിതൃദേവോഭവ, ആചാര്യദേവോഭവ, ഗുരുത്വാധിഷ്ഠിതമായി ജീവിക്കണം. ഗുരുവിനെ ദൈവതുല്യമല്ല, ദൈവം തന്നെയായി പൂജിക്കണം. ആചാര്യദേവോ അതിഥി ദേവോഭവ, ക്ഷണിക്കാതെ വരുന്നത് ആരാണോ അതാണ് അതിഥി. ആ അതിഥിയെ പൂജിക്കണം. ഇങ്ങനെയുള്ള ഭാരതീയ സംസ്കൃതി ഇത് നമ്മൾ പഠിക്കണം, നമ്മളെ മക്കളെ പഠിപ്പിക്കണം. ഒരിക്കലും തളരില്ല, ഒരിക്കലും തകരില്ല. അവർക്ക് മദ്യമല്ല, മദിരാക്ഷിയല്ല, മയക്കമരുന്നല്ല, എന്ത് തന്നെ വെച്ച് ഓഫർ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ മക്കൾ ഒരു അധർമ്മത്തിലും ഒരു ചതിക്കുഴിയിലും പോയി വീഴില്ല. ഞാൻ ഗ്യാരണ്ടി. മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ ശംഭുവാധ്യാരുടെ മകൻ മണികണ്ഠൻ ഗ്യാരണ്ടി. ഈ സംസ്കൃതിയിൽ മക്കളെ വർത്തും. അപ്പോൾ തേ സത്യം പ്രതിജാനെ, ഞാനിതാ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സത്യപ്രതിജ്ഞയാണ്. മേ പ്രിയം അസി, മേ പ്രിയം അസി. മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ, പ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം, ലവ്. അസി എന്ന് പറഞ്ഞാൽ യു. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കൃഷ്ണൻ ഐ ലവ് യു എന്ന് പറയാൻ വേണ്ടി 700 ശ്ലോകങ്ങളിലൂടെ 18 അധ്യായങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ പ്രേമസ്വരൂപനായ ഭഗവാന്റെ പ്രേമത്തിനകത്ത്, പ്രേമച്ചുഴിക്കകത്ത്, പ്രേമസമുദ്രത്തിനകത്ത്, പ്രേമത്തേൻ മധുര
പുഷ്പത്തിനകത്തേക്ക് നമ്മുടെ ജീവിതത്തെ തള്ളിയിട്ട് സന്തോഷിപ്പിക്കുകയാണ്. നീ എൻ്റെ പ്രിയ പ്രേമഭാജനമല്ലേ, വിശ്വനാഥൻ്റെ വിശ്വസ്നേഹം, വിശ്വപ്രേമം, നീ എൻ്റെ സ്വന്തമല്ലേ. കൃഷ്ണൻ പറയുകയാണ്. ഇതാണ് ഭഗവത്ഗീതയിലെ മാറ്റർ. ഈ മാറ്റർ നിങ്ങൾ പഠിക്കണം, മക്കളെ പഠിപ്പിക്കണം, എല്ലാവരെയും പഠിക്കണം. ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് അവർക്ക് ഈ രീതിയിൽ പറഞ്ഞു കൊടുക്കണം. എന്നിട്ടോ യോമാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി, യോമാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി. എന്നിൽ നിന്നും അന്യമല്ലാത്ത ഒരു ലോകത്തിൽ നിന്നും അന്യമല്ലാത്ത എൻ്റെ ജീവിതം. അപ്പം എൻ്റെ ഹൃദയ ഗുഹാക്ഷേത്രത്തിലാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പം എല്ലാത്തിലും ഞാൻ തന്നെ. അപ്പോൾ ദ്വിതീയാൽ വൈഭവം ഭയം ഭവതി, രണ്ടില്ലാത്ത അവസ്ഥ, ഭയമില്ലാത്ത അവസ്ഥയാണ് നിർഭയം. അഭീഹി ഇത് വേദാന്തദിണ്ഡിമാഹ, വേദത്തിൻ്റെ പെരുമ്പറ ഘോഷമാണ് നിർഭയത്വം. അപ്പോൾ നിർഭയമായി ഓരോ ഹിന്ദുവും ജീവിക്കണം. അവൻ്റെ ജീവിതം പരിശുദ്ധമാക്കണം, അവൻ്റെ ജീവിതം സന്തോഷപ്രദമാക്കണം, അവൻ്റെ ജീവിതം പരമാനന്ദപ്രദമാക്കണം. അതിന് എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളെ, അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ്. അദ്ദേഹം പറയും, ഈവൻ പിക് പോക്കറ്റ് യു ഹാവ് മസ്റ്റ് എ ഗുരു. ഗുരുത്വം വേണം. ഗുരുവിൽ നിന്നും നിങ്ങൾക്ക് ഭഗവത്ഗീത പഠിക്കണം, ഈ ധർമ്മശാസ്ത്രം പഠിക്കണം. ഇതിനകത്തുള്ള മുത്തും പവിഴങ്ങളും സ്വന്തമാക്കിയാൽ ജീവിതത്തിൻ്റെ സായങ്കാലത്ത് തകരാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാകാൻ സാധിക്കും. ഭാര്യയും മക്കളും കുഞ്ഞുമക്കളും സമൂഹവും വളരെ ലവ്ലി ആൻഡ് കെയറായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വാർദ്ധക്യമാണ്. അപ്പോൾ നമുക്ക് ജീവിതത്തിൻ്റെ സായങ്കാലത്തെ ഒരു വാക്കിംഗ് സ്റ്റിക്കായി ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ സുഗന്ധപൂരിതമായ ജീവിതം, ഭാര്യ ഇഷ്ടപ്പെടുന്ന ഭർത്താവ് ഇഷ്ടപ്പെടുന്ന ഭാര്യ, മക്കൾ ഇഷ്ടപ്പെടുന്ന അച്ഛൻ ഇഷ്ടപ്പെടുന്ന മക്കൾ, സഹോദരിമാർ ഇഷ്ടപ്പെടുന്ന സഹോദരന്മാർ ഇഷ്ടപ്പെടുന്ന സഹോദരിമാർ, സുഹൃത്തുക്കൾ ഇഷ്ടപ്പെടുന്ന സ്നേഹനിധിയായ സുഹൃത്തായി മാറാൻ, കൃഷ്ണനെ സുഹൃത്തായി തീർക്കാൻ ഭഗവത്ഗീത പഠനത്തിലൂടെ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വാമി ശരണമയ്യപ്പ.